എന്ത് പറ്റി? നിങ്ങളെ കാണാൻ വന്നേ. ആ, പേരെന്താ? രുക്കു. രുക്കു. എന്താ ബുദ്ധിമുട്ടുള്ളതൊക്കെ പറഞ്ഞോളൂ. നമ്മൾ എന്താ പറയാണ്ടെങ്കിൽ സിസ്റ്റർമാരോട് പുറത്തേക്കാൻ പറയാൻ പറ്റുമോ? ഓ, നിങ്ങൾ പുറത്തു നിന്നോളൂ മക്കളെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടോ രോഗങ്ങളോ അതൊക്കെ പറഞ്ഞോളൂ. ഡോക്ടർമാരല്ലേ രോഗം കണ്ടുപിടിക്കേണ്ടി, നമ്മളായിട്ട് അറിയല്ലോ. നിങ്ങൾ ഷീട്ടെടുത്ത് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഇനി നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർമാരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അവരെ ഞാൻ പുറത്ത് നിർത്തി. ഇനി നിങ്ങൾക്കുള്ളതൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, ഈ രോഗത്തിന് ഇന്ന ചികിത്സയാണ്, അല്ല ഇവിടെ അതിനുള്ള ചികിത്സ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് ചികിത്സ കിട്ടുന്ന സ്ഥലം അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നെ കണ്ടിട്ട് അസുഖം പറയാൻ അറിയില്ല. മുഖം നോക്കിയിട്ടൊന്നും അസുഖം പറയാൻ പറ്റില്ല. നരമ്പ് പിടിച്ച് നോക്കിയാണ്. മുഖം നോക്കിയിട്ടോ നരമ്പ് നോക്കിയിട്ടോ അസുഖം പറയാൻ എനിക്കറിയില്ല. അത്ര മൂപ്പ് എനിക്കില്ല. അത്ര മൂപ്പില്ലെങ്കിലേ പിന്നെ നിങ്ങള് എനിക്കൊരു സംശയം തീർത്തരി. ഓ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എനിക്ക് 3 ആൺകുട്ടികളാ. 4ാമതൊന്നും കൂടി വേണമെന്നുണ്ട്. അതിനെന്താ ചെയ്യണ്ടേ? 3 ആയില്ലേ? അതെന്നോട് ചോദിച്ചിട്ടല്ല, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടാണോ ആയത്? 4ാമത്തെ എന്നോട് ചോദിക്കാൻ നിൽക്കുന്നത്? അതല്ല, അത് നിങ്ങൾ പറഞ്ഞു തരണ്ട. അത് എനിക്കിച്ചുണ്ട്. 4ാമത്തെ ഒരു പെൺകുട്ടി വേണമെന്ന് എൻ്റെ പുതിയാപ്പള പറഞ്ഞേ. അതിനെന്താ ചെയ്യണ്ടേ? ഓ, അങ്ങനെ. 15 ദിവസത്തെ ലീവ് ഉള്ളൂ. ആ 15 ദിവസത്തിന്റെ ഉള്ളില് ഗർഭധാരണം നടക്കും വേണം, ഞങ്ങൾക്കൊരു പെൺകുട്ടിയാവും വേണം. അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പറയേണ്ടത്. 15 ദിവസത്തെ ലീവ് ആണല്ലേ? ആ 15 ദിവസം അണ്ടോൽപാദനത്തിന്റെ ടൈമിലേക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അവരോട് ലീവ് എടുക്കാൻ പറയാം, ഹസ്ബൻഡിനോട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ശ്രമിച്ച് ഗർഭധാരണം നടന്നെന്നിരിക്കും, കുഴപ്പമില്ല. പക്ഷെ പെൺകുട്ടി തന്നെ വേണം എന്നുള്ളതിന് നമുക്കൊരു പോംവഴി പറയാൻ പറ്റില്ല. അത് ഭർത്താവിൻ്റെ ബീജമാണ്. ഭർത്താവിൻ്റെ ബീജത്തിലാണ് എക്സും വൈയും ഉള്ളത്. അതിന് എക്സ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഭാഗ്യത്തിന് പെൺകുട്ടിയെ കിട്ടും. പക്ഷെ വൈ ആണ് വരികയാണെങ്കിൽ നമുക്ക് ആൺകുട്ടിയെ കിട്ടുള്ളൂ. അതിന് വേറെ പോംവഴിയൊന്നുമില്ല. അത് മേലെ ഒരുത്തം വിചാരിക്കുന്ന പോലെ നടക്കുള്ളൂ. 15 ദിവസം കൂളായിട്ട് ശ്രമിച്ച് നോക്ക് കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. ശരി.